എറണാകുളം പിറവത്തിനടുത്ത് ഇടക്കേട്ട് വയലിൽ ക്ഷീരകർഷകന്റെ പശുവിനെ അയൽവാസി വെട്ടിക്കൊന്നു. വെട്ടിയത് 3 പശുക്കളെ. HF ഇനത്തിൽപ്പെട്ട ഒരു പശു മരണപ്പെട്ടത് 6 മാസം ഗർഭിണിയായ പശു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. എറണാകുളം പിറവത്തിനടുത്ത് എടക്കാട്ട് വയലിൽ ക്ഷീരകർഷകന്റെ ഗർഭിണിയായ പശുവിനെ അയൽവാസി വെട്ടിക്കൊന്നു. പള്ളിക്കന്തരപ്പേൽ മനോജിന്റെ 4 മാസം ഗർഭിണിയായ പശുവിനെയാണ് അയൽവാസി വെള്ളക്കാട്ട് തടത്തിൽ രാജു PV വെട്ടിക്കൊന്നത്. പ്രതിയെ മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 8:30 സംഭവം. മനോജിന്റെ ഭാര്യ സുനിതയും മക്കളും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പ്രതി കോടാലിയുമായി വന്ന് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സുനിതയുടെ നേരെ കോടാലി വീശി ഓടിച്ചു. കാലിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന മകൻ മനുവിനെയും പ്രതി ആക്രമിച്ചു. മനു ആശുപത്രിയിൽ ചികിത്സ തേടി. ഇത് എന്നെ ചെയ്താലും പ്രയോജനം ഇല്ലടി, ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ പശുവിന് ഒറ്റയിടി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടാഴ്ചയായിട്ട് ഞങ്ങൾ പശു വളർത്തൽ നിർത്തിക്കോളാം, ഞങ്ങളുടെ പശുവിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എടി നിന്നെ കൊന്നാൽ ശരിയാകത്തില്ല, നിന്റെ പശുവിനെ കൊല്ലണമെന്നും പറഞ്ഞ് വെട്ടി. ഇതുണ്ടായ സംഭവം. പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മുളന്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. 10 ലിറ്റർ കറവയുള്ള മറ്റൊരു പശുവിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. എടക്കാട്ടുവയൽ മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ എത്തി പരിക്കേറ്റ പശുവിന് ചികിത്സ നൽകി. പഞ്ചായത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ക്ഷീരകർഷകനാണ് മനോജ് എന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വൃത്തിയായി കന്നുകാലിയെ പരിപാലിക്കുകയും അതുവഴി ഉപജീവനം നടത്തുന്നയാളാണ് മനോജും ഭാര്യ സുനിതയുമെന്നും അധികൃതർ പറഞ്ഞു. വർഷങ്ങളോളമായി മനോജിന്റെ പശു വളർത്തൽ സംരംഭം പൂട്ടിക്കാൻ രാജു ശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്തിനും ഹെൽത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിലും അദാലത്തിലുമെല്ലാം പരാതി കൊടുത്തു. എന്നാൽ ഒരാളുടെ വരുമാനമാർഗം ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനാൽ മലിനീകരണ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിക്കുകയാണ് അധികൃതർ ചെയ്തത്. ബയോഗ്യാസ് പ്ലാന്റിന്റെയും സെപ്റ്റിക് ടാങ്കിന്റെയും എല്ലാം നിർമ്മാണം പൂർത്തീകരിക്കുകയും തൊട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് മനോജിന് അനുകൂലമായ റിപ്പോർട്ട് ആഗസ്റ്റ് 29 നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് രാജു അക്രമം കാണിച്ചതെന്ന് മുളന്തുരുത്തി SHO മനേഷ് K. പൗലോസ് പറഞ്ഞു. 8:30 ഈ സംഭവം നടക്കുന്നത്. വളരെ ദാരുണമായൊരു സംഭവമാണ്. അയൽവാസിയായിട്ടുള്ള രാജു ഇവിടെ ഈ സുനിത എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ പശുത്തൊഴുത്തിലെ ഏകദേശം 3 പശുക്കളെ വെട്ടുകയും അതിൽ HF ഇനത്തിൽപ്പെട്ട 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പശു വളരെ ദാരുണമായ രീതിയിൽ അത് കൊല്ലപ്പെടുകയും ചെയ്തു. പശുവിനെ ഇയാൾ രാജു എന്ന് പറയുന്ന ആൾ ഈ മാലിന്യം, ഈ തൊഴുത്തിൽ നിന്നുള്ള മാലിന്യം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലോട്ടും അദ്ദേഹത്തിൻ്റെ കിണറ്റിലോട്ടും വരുന്നു എന്നുള്ള പരാതി കുറേ കാലങ്ങളായിട്ട് ഉയർത്തിയിരുന്നു. ആ പരാതിയിൽ എല്ലായിടത്തും പരാതി കൊടുത്തെങ്കിലും എല്ലാ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഈ വീട്ടമ്മയ്ക്ക് അനുകൂലമായ രീതിയിൽ അത് ഇയാളുടെ പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അത് അതിൻ്റെ വൈരാഗ്യ നിമിത്തമാണ്. പശു വളർത്തും, പശുവിൻ്റെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണം, ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വീട്ടമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നിരുന്നാൽ പോലും ഇയാൾക്ക് പശു വളർത്തുന്നതിലുള്ള വിരോധമാണ് ഇതിന് കാരണം. ആ വിരോധത്തിൽ ഇന്ന് രാവിലെ അവർ ഈ തൊഴുത്തിലോട്ട് അതിക്രമിച്ച് കയറി വീട്ടമ്മയെ ആക്രമിക്കുകയും ചെയ്തു. ഈ പശുക്കളെ ഈ കോടാലി കൊണ്ട് വെട്ടുന്നത് തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്കും വെട്ടേൽക്കുകയില്ല. വീട്ടമ്മയ്ക്കും കയ്യിൽ വെട്ടേക്കുകയും വീട്ടമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇയാളെ നമ്മൾ ഫോൺ വിളിച്ചതനുസരിച്ച് പെട്ടെന്ന് പോലീസ് എത്തുകയും ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്യുകയാണ്. ഇദ്ദേഹത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് വകുപ്പ് പ്രകാരവും പുതിയ BNS വകുപ്പ് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തു. എടക്കാട്ടുവയൽ മൃഗാശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റാണിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടത്തി. മുളന്തുരുത്തി SHO മനേഷ് K. പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുമായി സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് SHO പറഞ്ഞു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് പിറവം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.